നമസ്കാരം, ഞാൻ ആര്യ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ പലപ്പോഴും എൻ്റെ വീഡിയോസിൻ്റെ താഴെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചില കമൻസ് ഉണ്ട്. അതായത് ഡ്രസ് ഹോൾ അങ്ങനെയൊക്കെ ഉള്ളത്. ഓക്കെ, ഒരാളല്ല ഇടുന്നത്, പലരാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഒരെണ്ണമാണ് ലിപ്സ്റ്റിക് ഷെയ്ഡ് ചോദിക്കാറുണ്ട്. റീസെൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ ചെയ്തായിരുന്നു ഒരു വീഡിയോ, ലിപ്സ്റ്റിക്സിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിലൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് പുതിയ പുതിയ ലിപ്സ്റ്റിക്സ് ഞാൻ ട്രൈ ചെയ്യുന്നതും. ലിപ്സ്റ്റിക്ക് മാത്രമല്ല, എല്ലാ പ്രോഡക്ട്സും, അതായത് ലിപ് ഗ്ലോസ് ആയിക്കോട്ടെ, ലിപ് ബാം ആയിക്കോട്ടെ, എല്ലാം. എനിക്ക് തോന്നുന്നു മേക്കപ്പ് പ്രോഡക്ട്സ് കാണിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും കാണാൻ താല്പര്യം ഇതുപോലെ ലിപ്സ്റ്റിക്കും ലിപ് ബാംസ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ വീഡിയോസ് ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതല്ല, ഞാൻ വീഡിയോസിൽ ഇടുന്ന ചില ഷെയ്ഡ്സ് കണ്ടിട്ടാണ് ചോദിക്കുന്നത്. അത് ഏതാണ്, ഏത് ഷെയ്ഡാണ്, ഏത് ബ്രാൻഡാണ്, ഏത് ലിപ്സ്റ്റിക് ആണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും എനിക്ക് പറഞ്ഞു തരാൻ പറ്റാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മറന്നിട്ടുണ്ടാവും. രണ്ടാമത്, എന്തുകൊണ്ട് മറന്നു എന്ന് ചോദിച്ചാൽ, ഒരു ലിപ്സ്റ്റിക്കാണ്, ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ഓർമ്മ ഉണ്ടാവും. പക്ഷെ ഇതങ്ങനെയല്ല. ഞാനൊക്കെ ഒരു ഷെയ്ഡ് കിട്ടാനായിട്ട് 4ഉം 5ഉം പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിൽ ലിപ്സ്റ്റിക് ഉണ്ടാവും, ലിപ് ബാം ഉണ്ടാവും, ലിപ് ഗ്ലോസ് ഉണ്ടാവും. ഗ്ലോസ് ഒക്കെ ഇട്ടിട്ട് ചിലപ്പോൾ അതിനെയൊക്കെ ബ്ലോട്ട് ചെയ്ത് കളയും. ആ ഒരു അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, ഇത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നെപ്പോലെ ഇങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ അതാണ് പ്രശ്നം. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞുതരാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഇപ്പം അങ്ങനെ ഒരു ഷെയ്ഡ് നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് ഈ കാണിക്കുന്ന പ്രോഡക്ട്സ് ഒക്കെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. കിട്ടാവുന്നതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു പരിപാടി ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത്, മെയിനായിട്ട് വേണ്ടത്, കുറേ ടിഷ്യൂ പേപ്പേഴ്സ് വേണം. ഓക്കെ, ഇത് ഇത്രയും എടുത്തിട്ട് വേണം കേട്ടോ. ഇത് കുറച്ച് ടിഷ്യൂ പേപ്പർ കയ്യിലെടുത്ത് വെച്ചിട്ട് വേണം ഇരിക്കാൻ. കാരണം നമ്മൾ ഇടുന്നു, മാറ്റുന്നു, ഇത് തന്നെയാണ് പരിപാടി. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷെയ്ഡ് കിട്ടുന്നവരെ അതാണല്ലോ. അപ്പം അതുകൊണ്ട് ഇത് കയ്യിലെടുത്ത് വെച്ചിട്ട് വേണം ഇരിക്കാനായിട്ട്. പിന്നെ ഞാനൊരു ലിപ് ബാം, ഓക്കെ, ലിപ് ബാം ഇടാം. അതിന് മുന്നേ ഞാൻ ഒരു ടിൻറ്റഡ് ലിപ് ബാം ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ മാക്സിമം അത് തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും നമുക്കത് മാറ്റാം. ഓക്കെ, പിന്നെ നമുക്ക് ഡെഡ് സ്കിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, കുറച്ചുണ്ടായിരുന്നു. ഡെഡ് സ്കിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ലിപ് സ്ക്രബ് യൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ലിപ്സ് ഒന്ന് അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കുന്ന ഒരു സർഫസിലാണല്ലോ നമുക്ക് എപ്പോഴും എന്തും അപ്ലൈ ചെയ്താൽ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് ലിപ് സ്ക്രബ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ലിപ് ബാം ഞാൻ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിനിമലിസ്റ്റിൻ്റെ ലിപ് ബാം ആണ്. ഇത് SPF 30 ഉള്ള ഒരു ലിപ് ബാം ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ലിപ് ബാം ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ അടുത്തായിട്ട് ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ലിപ് പെൻസിൽ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് മാസിൻ്റെ ആണ്. സ്വിസ് ബ്യൂട്ടിയെക്കാളും എനിക്ക് നല്ലതായിട്ട് തോന്നിയത് മാസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു അഫോർഡബിൾ ലിപ് പെൻസിലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നല്ലതാണ്. ഓക്കെ, നല്ല ക്രീമിയാണ്, അത്യാവശ്യം നല്ലതായിട്ട്. ഇത് ഷെയ്ഡ് വന്നിട്ട് ഇതൊരു മെറൂൺ ഷെയ്ഡാണ്. ബ്ലഡ് ബാത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഡാർക്ക് ഡീപ്പ് ഷെയ്ഡാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇനി ഇതിന് ഒരു ഒരു ഷെയ്ഡ് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ 2 ലിപ്സ്റ്റിക്സ് ഉണ്ട്. ഇതൊന്ന് റെനേയുടെയും പിന്നെ ഒന്ന് സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. അപ്പോൾ ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ്സ്റ്റിക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒന്ന് ബ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് അടുത്ത ഷെയ്ഡ്, ഇതും ഒന്ന് ബ്ലോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ബ്ലോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ്. ഇത് എൽഫിൻ്റെ ഒരു ലിപ് ലാക്വറാണ്. ഒരു നല്ലൊരു ബെറി റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു ഓക്കെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം, എത്രത്തോളം വേണമെന്ന് പിന്നെ നോക്കാം. ഞാൻ കൂടുതലും കൈയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്ക് നമ്മൾ ഈ ബ്രഷിനൊക്കെ കാളും ഫിംഗേഴ്സ് വെച്ചിട്ടാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. ഈ ഒരു ഷെയ്ഡിൽ നിർത്തുകയാണ്. ഇന്ന് കുറച്ച് ഗ്ലോസി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇന്നൊരു റെഡ് ഷെയ്ഡ് പിടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കോംബോസ് ഓക്കെ, ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ പറയൂ, നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും ഞാൻ പ്രോഡക്ട്സ് കിട്ടാവുന്നതിൻ്റെയൊക്കെ ലിങ്ക്സ് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ.